ഫുട്ബോൾ മത്സരം ഒരു രാജ്യത്തിന് വേൾഡ് കപ്പ് ഫൈനലിനേക്കാൾ പ്രധാനപ്പെട്ടതാവോ? യെസ്, സംടൈംസ്. ആൻഡ് അതാണ് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന. 90 മിനിറ്റ് കളിച്ച് സ്കോർ ബോർഡിൽ തീരുന്ന വെറും ഒരു ഫുട്ബോൾ മാച്ച് അല്ല അത്. തലമുറകളായി കൈമാറി വന്ന ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണ്. ചില മത്സരങ്ങളിൽ ഒരു യുദ്ധം അവസാനിച്ചാലും അവസാനിക്കില്ല. ഈ ശത്രുത തുടങ്ങുന്നത് 1982 ഒരു യഥാർത്ഥ യുദ്ധത്തിലാണ് കേട്ടോ. ദ ഫാക്ലാൻഡ്സ് വാർ. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ചെറിയ ദ്വീപുകൾക്കായി അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ 74 ദിവസം ചോരപ്പുഴ ഒഴുക്കി. ആ യുദ്ധത്തിൽ 649 അർജന്റീന സൈനികരാണ് കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗവും വെറും 18-19 വയസ്സുകാരായിരുന്നു. അർജന്റീന തോറ്റു. പക്ഷെ ആ തോൽവിയുടെ മുറിവ് ജനങ്ങളുടെ മനസ്സിൽ ജീവനോടെ തുടർന്നു. കൃത്യം 4 വർഷങ്ങൾക്ക് ശേഷം 1986 മെക്സിക്കോ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കാലം ഇംഗ്ലണ്ടിനെയും അർജന്റീനയും വീണ്ടും നേർക്കുനേരിലെത്തി. അന്ന് അർജന്റീനൻ താരങ്ങൾ ബൂട്ട് കെട്ടിയത് കപ്പ് ജയിക്കാൻ മാത്രമായിരുന്നില്ല, തങ്ങളുടെ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ കൂടിയായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വെൻ ഡീഗോ മറഡോണ, ദ വൺ മാൻ മജീഷ്യൻ, ചേഞ്ച്ഡ് ദ ഗെയിം ഫോർ എവർ ആൻഡ് ടോർ ഇംഗ്ലണ്ട് ടു ഷ്രെഡ്സ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ദ ഹാൻഡ് ഓഫ് ഗോഡ് ഗോളും പിന്നീട് 5 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും വെട്ടിയൊഴിഞ്ഞ് അദ്ദേഹം നേടിയത് ഗോൾ ഓഫ് ദ സെഞ്ചുറിയും പറഞ്ഞത് ആ മത്സരത്തിലാണ്. അന്ന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ശേഷം മറഡോണ പറഞ്ഞൊരു വാക്കുണ്ട്: വി ഡിഡ്ന്റ് ജസ്റ്റ് ബീറ്റ് എ ഫുട്ബോൾ ടീം, വി ബീറ്റ് എ നേഷൻ. ഞങ്ങൾ തോൽപ്പിച്ചത് ഒരു ടീമിനെ അല്ല, ഒരു രാജ്യത്തെ ആയിരുന്നു. അവിടെയും തീർന്നില്ല. 1998 ലോകകപ്പിൽ ഇവർ വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ഡേവിഡ് ബെക്കാമിന് റെഡ് കാർഡ് വാങ്ങിക്കൊടുത്തതും അർജന്റീനയുടെ ജയവും ഈ വിരോധം വീണ്ടും ശക്തമാക്കി. 2002 ലോകകപ്പിൽ ഒരു പെനൽറ്റി ഗോളിലൂടെ ബെക്ക അതിന് പ്രതികാരം ചെയ്തു. റിവെഞ്ച് കംപ്ലീറ്റ് ആയി. പക്ഷേ റൈവൽറി അവസാനിച്ചില്ല. അതിനുശേഷം നീണ്ട 24 ഇയേഴ്സ്. ഇന്നേ വരെ അർജന്റീനയും ഇംഗ്ലണ്ടും ഒരു ഫ്രണ്ട്ലി മാച്ച് പോലും കളിച്ചിട്ടില്ല. ലോകകപ്പിൽ നേർക്കുനേര് വന്നിട്ടുമില്ല. ആ 24 വർഷത്തെ നിശബ്ദതയ്ക്കാണ് ഈ ബുധനാഴ്ച അറ്റ്ലാന്റയിൽ അന്ത്യമാകുന്നത്. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് ഇൻ ദ സ്റ്റോറി ഈസ്, ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസം ലയണൽ മെസ്സി തന്റെ കരിയറിൽ ഇത് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെതിരെ ഒരു ഒഫീഷ്യൽ മാച്ച് കളിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഈ സെമി ഫൈനൽ ജയിക്കുക എന്നുള്ളത് വേൾഡ് കപ്പ് അടിക്കുന്നതിനേക്കാളും വലിയ അഭിമാന പ്രശ്നമാണ്. അവർക്ക് ഇംഗ്ലണ്ടിനെ നേരിടാൻ പുതിയ തന്ത്രങ്ങളോ മോട്ടിവേഷനോ ഒന്നും ആവശ്യമില്ല. 1982 ആ യുദ്ധത്തിന്റെ മുറിവുകളും മറഡോണ തന്നുപോയ ആവേശവും മാത്രം മതി. അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന വെറും ഒരു ഫുട്ബോൾ മാച്ച് മാത്രമല്ലാതാവുന്നത്. ബിഹൈൻഡ് എവറി പാസ് ദർ ഈസ് ഹിസ്റ്ററി, ബിഹൈൻഡ് എവറി ടാക്കിൾ ദർ ഈസ് ഇമോഷൻ, ബിഹൈൻഡ് എവറി ഗോൾ ദർ ഈസ് എ നേഷൻ. കാരണം some matches are played for trophies, but some matches are played for history. And England versus Argentina will always be one of them.